ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ തുടരന്വേഷണം തടഞ്ഞ് സർക്കാർ. അന്വേഷണം വേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് സർക്കാരിന്റെ നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിൽ സജി ചെറിയാൻ അപ്പീൽ നൽകും വരെ കാത്തിരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മല്ലപ്പള്ളിയിൽ ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ തുടരന്വേഷണം വേണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. സജി ചെറിയാൻ അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് തള്ളിയാണ് കോടതി തീരുമാനം. എന്നാൽ തൽക്കാലം അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ നിർദ്ദേശം. അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറാണെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി ഇന്നലെ സർക്കാരിനെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് സർക്കാർ ഇടപെട്ട് അന്വേഷണം തടഞ്ഞത്. സജി ചെറിയാൻ അപ്പീൽ നൽകുന്നതുവരെ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1-2 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരാഴ്ചയായി. കാരണം തീർച്ചയായും അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് തന്നെ നിയമിച്ചില്ലെങ്കിൽ, കോടതിയുടെ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോർട്ടലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും. സജി ചെറിയാന് ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്ന് കെ മുരളീധരൻ. സജി ചെറിയാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്തോറും സർക്കാർ അവസാനം വഷളാവുക. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ കോടതി എന്താണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി അനുമതി നൽകിയ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സജി ചെറിയാൻ ഡിവിഷൻ ബെഞ്ചിനെ ഉടൻ സമീപിച്ചേക്കും. ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. 24 തിരുവനന്തപുരം.